നമസ്കാരം. 90കളിൽ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങൾ വലിയൊരു തട്ടിപ്പിനിരയായ മഹാസുദർശനം ചിറ്റ് ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതി സുബ്രഹ്മണ്യ സ്വാമികൾ, അതിനു മുമ്പേ സുബ്രഹ്മണ്യ മേനോൻ, അങ്ങനെ പല പേരുകളുണ്ടായിരുന്നു. അതിനും ഒരു 4-5 കൊല്ലം മുമ്പേ ഈ മേൽപ്പടിയാൻ ഈ മാനിദേഹം ചെന്നൈയിൽ തിരുവട്ടിയൂർ എന്ന സ്ഥലത്ത് മഹാപ്രസിദ്ധമായ ഷാദി ശങ്കരാചാര്യരൊക്കെ വന്നുപോയ വടിവുടയമ്മൻ കോവിലിനടുത്ത് വെച്ച ഒരു സ്ഥലത്ത് ഇന്ത്യൻ ഹാൻഡിക്യാപ്ഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംരംഭം നടത്തിയിരുന്നു. അത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അത് പേര് കേട്ടാൽ ആദ്യം അംഗവൈകല്യമുള്ളവർക്കുള്ള എന്തോ സംവിധാനമാണെന്ന് തോന്നുന്നു. പക്ഷേ അതും ഇതുപോലെ ഒരു ചിറ്റ് ഫണ്ടാണ്. അവിടെ കടൽ തീരത്തുള്ള സാധാരണക്കാരനായ മത്സ്യത്തൊഴിലാളികളുടെ അടുക്കുന്നെല്ലാം 1000-500 എന്ന് പറഞ്ഞിട്ട് ചെറിയ തുകയായിട്ട് ചെറിയ തുക 10,000 5,000 നിന്നുള്ള ചിട്ടൊക്കെ നടത്തി അവിടെ വലിയൊരു തട്ടിപ്പ് നടത്തി എസ്കേപ്പ് ആയതാണ് ഈ സുബ്രഹ്മണ്യം. അയാൾക്ക് ആ ബിൽഡിങ്ങിൽ വാടകയ്ക്ക് സ്ഥലം വാങ്ങി കൊടുത്ത ഒരു അപരാധം ഞാൻ ചെയ്തിട്ടുണ്ട്. അയാൾ അറിയില്ല. അയാൾ വലത് കൈ സ്വാധീനമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. കൈയുണ്ട്, പക്ഷെ കൈക്ക് സ്വാധീനമില്ല. അയാൾ ചെന്നൈയിൽ വന്നു. ഒരു മലയാളം കലർന്ന് തമിഴ് സംസാരിക്കുന്നിടപ്പോൾ തന്നെ മലയാളിയാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ ഒരു അംഗവൈകല്യമുള്ളവർക്കുള്ള ഒരു സംവിധാനമാണ്, തുടങ്ങാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിൻ്റെ ബാക്കിൽ ഒഴിഞ്ഞ ഒരു വലിയ ഹാൾ അയാൾക്ക് വേണ്ടി എൻ്റെ സുഹൃത്തിനോട് റെക്കമെൻഡ് ചെയ്ത് വാങ്ങിച്ചു കൊടുത്തു. കേരളത്തിൽ നിന്നുള്ള നല്ല മരത്തൊഴിലാളികൾ, കാർപ്പൻറ്റേഴ്സിനെ വിളിച്ചുകൊണ്ടുവന്ന് മനോഹരമായിട്ടുള്ള ഒരു കൗണ്ടറും കാര്യങ്ങളും ഓഫീസ് റൂമും ഒക്കെ കിട്ടി. എന്നിട്ട് മാനേജർക്ക് MD വന്നിട്ട് ഒരു റൂം, അതിലൊരു ബോർഡും സുബ്രഹ്മണ്യ മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും വെച്ചു. AC കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ചീട്ടൊക്കെ ആദ്യം നടത്തിയപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടത്തുമ്പോഴെല്ലാം ഞാൻ അവിടെ ഉണ്ട്, ഞാനിത് കാണുന്നുണ്ട്. എന്നെ ഇൻ്റർവ്യൂ നടത്താനൊന്നും വിളിച്ചില്ല, പക്ഷേ ഞാനത് കാണുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വന്നിരുന്നു, എത്രയോ ആൾക്കാർ വന്നിരുന്നു. ഒരു 10 ആൾക്കാരെ മറ്റും അവർ സെലക്ഷൻ ചെയ്തു ചിറ്റ് ഫണ്ട് തുടങ്ങി. 1.5 കൊല്ലം ഞാനങ്ങ് കണ്ണുമൂടി വിശ്വസിച്ചു. നമുക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല ഇതേപ്പറ്റി. നല്ല അടിപൊളി വേഷവിധാനം, നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്ന നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് വരിക. വശം ഒരു ഏകദേശം ഒരു 10 അടി ദൂരം മുമ്പേ സ്മെല്ല് വരും. അത്ര നല്ല സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. ആ സ്മെല്ലായിട്ട് ആൾ വരുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അയാളിങ്ങനെ വന്നു, ഇതെല്ലാം തുടങ്ങി ഗംഭീരമായിട്ട് തുടങ്ങി ചീട്ടൊക്കെ നടത്തി വന്നിട്ട് പിന്നെ ആളെ അങ്ങ് തൃശ്ശൂരിലേക്ക് പോയി. ഇവിടെ മാനേജർ എല്ലാം തൃശ്ശൂർ ഭാഗത്തുനിന്ന് കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു മലയാളി മാനേജറെ ആക്കി, കുറച്ച് സ്റ്റാഫ് പേര് തമിഴ് ആൾക്കാരെ വെച്ചു. മെയിനായിട്ടുള്ള 2-3 മലയാളീസിനൊക്കെ വരുത്തി നല്ല ഗംഭീരമായിട്ട് തുടങ്ങിയതാണ്. വരുമ്പോഴൊക്കെ അയാൾ വരും, ഇടയ്ക്ക് വരും. ഇവർ ഈ ചിറ്റ് ഫണ്ടിൽ ആവുന്ന പൈസയൊക്കെ എടുത്തിട്ട് അയാളങ്ങ് പോകും. ഷീട്ട് വന്ന് ഓരോരുത്തർക്ക് കൊടുക്കാൻ ലേറ്റായി അവസാനം കുറേ പേരെ പൈസ മുങ്ങിയപ്പോൾ ആശാൻ ഇവിടുന്ന് ഒരൊറ്റ മുങ്ങി. മാനേജറെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് വന്നു. മാനേജറെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. കുറച്ച് അടിയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. അതിനുശേഷം അയാൾ കേരളത്തിൽ നിന്ന് ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അത് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ജാമ്യത്തിൽ ഈ മാനേജറെ ഇറക്കിക്കൊണ്ട് പോയി. പിന്നെ ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ ഡോക്യുമെൻറ്റ്സൊക്കെ ഫേക്കാണെന്ന്, ഒന്നുമല്ല ഒറിജിനലല്ലെന്ന്, ഡ്യൂപ്ലിക്കേറ്റാണെന്ന്. അതങ്ങനെ പോയി. ഞാൻ ഇതിന് ഇടപെട്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനാകെ കൂടെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നീട് 2-3 കൊല്ലം 92-ൽ ഗുരുവായൂരിൽ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പോയാലും ഗുരുവായൂരിൻ്റെ തെക്ക് പടിഞ്ഞാറേ കോർണറിൽ മഹാസുദർശനം ചിറ്റ് ഫണ്ട് നടത്തിക്കൊണ്ടിരിക്കുക. സേം വിദ്വാൻ കല്യാണത്തിന് സമയത്ത് പന്തലിൽ വെച്ച് കണ്ടു. അന്നും അടിപൊളി വേഷം, കുറേ ആൾക്കാർ, ബാങ്ക് മാനേജറടക്കമാണ് കൂടെ എപ്പോഴും ഉള്ളത്. അപ്പോൾ പറഞ്ഞിങ്ങനെ മഹാസുദർശനം ചിറ്റ് ഫണ്ടാണ് നടത്തുന്നത്. ഞാനിപ്പോൾ നല്ല തലയിലാണ്. പിന്നെ ഞാൻ കാണുന്നത് മാതൃഭൂമിയുടെ കളർ
ഫ്രണ്ട് പേജ് കളറിൽ വരുന്ന സമയത്ത് ആദ്യകാലത്തൊക്കെ വന്ന് തുടങ്ങിയ കാലത്താണ് ഇദ്ദേഹം ഒരു സന്യാസിയുടെ വേഷത്തിൽ സുബ്രഹ്മണ്യ സ്വാമികൾ ചിറ്റ് ഫണ്ടിനെ ആദ്യ നറുക്കെടുപ്പിൽ ജയിച്ച ആൾക്ക് ഒരു കാറ് സമ്മാനിക്കുന്ന ഫോട്ടോ ഒക്കെ ഫ്രണ്ട് പേജിൽ മാതൃഭൂമിയുടെയോ മനോരമയുടെ ഒക്കെ ആണെന്ന് തോന്നുന്നു. കളർ വരുന്ന സമയമാണ്. ആ കളറിൽ സുബ്രഹ്മണ്യ സ്വാമികൾ എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ ചെന്നൈയിൽ നിന്ന് ഇതാക്കി ഇവിടെ വന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ. പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അറിയുന്നത് 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മഹാസുദർശനം ചിറ്റ് ഫണ്ട് മുതലാളി ഒളിവിൽ, അത് മുതലാളിയുടെ പേര് മാറി സുബ്രഹ്മണ്യ സ്വാമികൾ ഒളിവിൽ എന്നുള്ള ഇതാണ് കണ്ടത്. പിന്നെ അയാളെ അവസാനം ശാസ്താംകോട്ടയിൽ വെച്ചോ ശാസ്തമംഗലം അല്ല ശാസ്താംകോട്ടയിൽ തന്നെ ഒരു ആശ്രമത്തിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ കൈ ഈ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് സംശയം തോന്നി. കൈ ഒരു വലത് കൈ പിന്നെ ബലഹീനതയുള്ള ആളായിരുന്നല്ലോ, അത് വെച്ച ആളെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. എത്ര കൊല്ലം ഉള്ളിൽ കിടന്നറിയില്ല, ആശം പുറത്തു വന്നോന്നറിയില്ല. ആ ഒരു സംഭവത്തിന് മഹാദുരന്തത്തിന് ഞാൻ സാക്ഷിയാകേണ്ടി വന്നു. പക്ഷേ അയാളെ ആരും അറിയാതെ അയാൾക്ക് ഞാൻ ആദ്യം ചെന്നൈയിലൊരു വാടക സ്ഥലം വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളൊരു തെറ്റും ഞാൻ ചെയ്തിരുന്നു. അവർ പോയവരെല്ലാം മത്സ്യത്തൊഴിലാളികളെ പണമായിരുന്നു നല്ലൊരു ശതമാനം പോയത്. ഇതിൽ ഏറ്റവും വലിയ തമാശ, അയാൾ തൃശ്ശൂർ ഇവിടെ ഒരു സ്ഥലം ശരിക്കും ഓർമ്മയില്ല, ആ സ്ഥലത്തെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ പിറന്ന ആളാണ് അയാൾ. സുബ്രഹ്മണ്യ മേനോനായി സുബ്രഹ്മണ്യ സ്വാമികളായി എന്തൊക്കെയോ ആയി. ആ തട്ടിപ്പും കഴിഞ്ഞ് അയാളിപ്പം ജയിലിൽ നിന്ന് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അയാൾ എവിടെയുണ്ടോ എന്തോ. നമസ്കാരം. ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും കേരളത്തിൽ നടക്കുന്നു, അതിൻ്റെ തമിഴ്നാട്ടിലും ഈ ചിറ്റ് ഫണ്ട് കാര്യമായിട്ട്. എന്നിട്ടും ഈ ഇന്നലെ മിഞ്ഞാന്ന് വരെയും ചിറ്റ് ഫണ്ടിൽ കുടുങ്ങിയ കുറേ ആൾക്കാരുടെ കഥകൾ കേൾക്കുന്നുണ്ട്.